മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായി സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചതോടുകൂടിയാണ് 7:30 കെജ്രിവാൾ പുറത്തിറങ്ങിയത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ജൂൺ 1 വരെയാണ് ജാമ്യം നൽകിയത്. 2-ന് വീണ്ടും ജയിലിലേക്ക് മടങ്ങണം. ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ആവേശത്തോടെയാണ് കെജ്രിവാളിനെ സ്വീകരിച്ചത്. ഹനുമാൻ സ്വാമിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പ്രതികരിച്ച കെജ്രിവാൾ ഏകാധിപത്യത്തിനെതിരായ പോരാട്ടം തുടരുമെന്ന് പ്രഖ്യാപിച്ചു. നാളെ ഉച്ചയ്ക്ക് കെജ്രിവാൾ വാർത്താ സമ്മേളനം നടത്തും. हमारा देश 4000 साल से ज्यादा पुराना है. हमारा देश महान देश है, लेकिन जब जब इस देश पे किसी ने भी तानाशाही करने की कोशिश की, लोगों ने उसे कभी बर्दाश्त नहीं किया. आज देश तानाशाही के दौर से गुजर रहा है. मैं तन मन धन से उसके खिलाफ संघर्ष कर रहा हूं, पर 140 करोड़ लोगों को मिलकर इस तानाशाही को हराना होगा. വലിയ ആവേശത്തോടെ ആഘോഷത്തോടെയാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ അരവിന്ദ് കെജ്രിവാളിനെ തിഹാർ ജയിലിൽ നിന്നും ജയിൽ മോചിതനായി പുറത്തിറങ്ങിയ കെജ്രിവാളിനെ സ്വീകരിച്ചത്. വലിയ ആവേശമോടെ എപ്പോഴും രാജ്യ തലസ്ഥാനത്ത് ആം ആദ്മി പ്രവർത്തകരുടെ ആവേശം തുടരുകയാണ്. തിഹാർ ജയിലിന് മുന്നിൽ നിന്നും അർജുൻ പീതാംബരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 50 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തെ സ്വീകരിക്കാൻ വലിയൊരു ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ കൂട്ടം തന്നെയാണ് തിഹാർ ജയിലിലേക്ക് എത്തിയത്. ഒപ്പം പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ, ആം ആദ്മി മന്ത്രിമാരായിട്ടുള്ള അതിഷി, സൗരഭ് ഭരദ്വാജ്, ഒപ്പം തന്നെ കൈലാസ് ഗെഹ്ലോട്ട് തുടങ്ങിയവർ ഈ ജയിൽ പരിസരത്തേക്ക് എത്തിയിരുന്നു. പ്രവർത്തകർ പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മോചനം ആഘോഷമാക്കിയത്. പുറത്തിറങ്ങിയ ശേഷം അദ്ദേഹം ആദ്യമായി ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു. എല്ലാവരോടും നന്ദി പറയുന്നു, കടപ്പെട്ടിരിക്കുന്നു. ഒപ്പം തന്നെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിക്കാൻ, ഈ രാജ്യത്തെ സ്വേച്ഛാധിപത്യത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയുള്ള തൻ്റെ പോരാട്ടം താൻ വീണ്ടും ആരംഭിക്കാൻ പോവുകയാണ്, എല്ലാവരും ഒപ്പം നിൽക്കണമെന്നുള്ള കാര്യമായിരുന്നു. അതിനുശേഷം നാളെ രാവിലെ അദ്ദേഹം ഹനുമാൻ മന്ദിറിൽ പോയി പ്രാർത്ഥിക്കുമെന്നും ഉച്ചയ്ക്ക് 1 മണിക്ക് ഡൽഹി ആം ആദ്മി പാർട്ടി ആസ്ഥാനത്ത് തന്നെ വെച്ച് ഒരു പത്രസമ്മേളനം നടത്തുമെന്നുള്ള ആഹ്വാനം കൂടി നടത്തി ഒരു റോഡ് ഷോ ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് പോയിരിക്കുന്നത്. സുപ്രീം കോടതി ഇന്ന് അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകുകയുണ്ടായി. പ്രത്യേകിച്ചും 5 കണ്ടീഷൻസ് ആയിരുന്നു ഈ ജാമ്യത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞിരുന്നത്. അതിൽ പ്രധാനമായിട്ടും അദ്ദേഹം മുഖ്യമന്ത്രി എന്ന രീതിയിൽ ഔദ്യോഗിക കൃത്യനിർവഹണം നടത്താൻ പാടില്ല എന്നുള്ള കാര്യം, ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതിയില്ലാതെ ഒരു ഫയൽ പോലും ഒപ്പിടരുത്, ഒരു ഉത്തരവും ഇറക്കരുത് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ഡൽഹി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കോ അല്ലെങ്കിൽ ഡൽഹി സെക്രട്ടേറിയറ്റിലേക്കോ പോകാൻ പാടില്ല എന്നുള്ളത്. 50,000 രൂപയുടെ ഒരു ആൾ ജാമ്യത്തിലാണ് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ്താവനകളും പൊതുവേദികളിൽ പാടില്ല. ഒപ്പം കേസിലെ പ്രതികൾ അല്ലെങ്കിൽ മറ്റു പ്രതികളെയോ അല്ലെങ്കിൽ സാക്ഷികളെയോ ഒന്നും തന്നെ കാണാൻ പാടില്ല, അവരുമായി ബന്ധമുണ്ടാകാൻ പാടില്ല, സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങൾ കൂടി എന്തായാലും സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. ജൂൺ 1 വരെയാണ് അദ്ദേഹം ജാമ്യത്തിൽ തുടരുക. ജൂൺ 2 എന്തായാലും അദ്ദേഹം തിരിച്ച് കീഴടങ്ങേണ്ടി വരും. എന്തായാലും അദ്ദേഹത്തിൻ്റെ പുറത്തെത്തുന്ന ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഇടക്കാല ജാമ്യം എന്ന് പറയുന്നത് ഇഡിക്ക് മാത്രമല്ല BJPക്കും കേന്ദ്ര സർക്കാരിനും വലിയൊരു തിരിച്ചടിയാണ്. കാരണം പരമാവധി അദ്ദേഹത്തെ ജയിലിൽ തന്നെ തുടരാൻ വേണ്ടി അല്ലെങ്കിൽ ജാമ്യം ലഭിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ മാർഗങ്ങളും ഇഡി ശ്രമിച്ചിരുന്നു. ഇന്ന് പ്രത്യേകിച്ചും ഈ കേസിലെ കുറ്റപത്രം അടക്കം സമർപ്പിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ ഇഡി നടത്തിയിരുന്നു. അതെല്ലാം, ആ വാദങ്ങളെല്ലാം തള്ളിക്കൊണ്ടാണ് സുപ്രീം കോടതി ഈ പ്രത്യേക സാഹചര്യം, തിരഞ്ഞെടുപ്പ് എന്നുള്ളൊരു പ്രത്യേക സാഹചര്യം പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിനൊരു ഇടക്കാല ജാമ്യം നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവനകൾ പാടില്ല എന്ന് പറയുമ്പോഴും മറ്റു കാര്യങ്ങൾ, കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷം ഒന്നടങ്കം ഉയർത്തിക്കാട്ടുന്ന ആരോപണങ്ങൾ പൊതുവേദികളിൽ ഉന്നയിച്ചുകൊണ്ടായിരിക്കും ഇനി അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രചാരണം എന്ന് ഉണ്ടാകാൻ പോകുന്നത്. ഒപ്പം തന്നെ ഡൽഹി, ഹരിയാന, പഞ്ചാബ് സംസ്ഥാനങ്ങളിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആം ആദ്മി പാർട്ടിക്ക് വലിയ വേരുകളുള്ള സംസ്ഥാനം. അവിടെ വലിയ ഒരു പ്രചരണ തന്ത്രങ്ങൾ അല്ലെങ്കിൽ BJPക്ക് തിരിച്ചടിയാകുന്ന രീതിയിൽ പ്രതിപക്ഷത്തിന് ഏറെ ഗുണം ചെയ്യുന്ന, ഏറെ ആശ്വാസമാകുന്ന രീതിയിലുള്ള പ്രചരണ തന്ത്രങ്ങൾ കരുത്തോടെ തന്നെ
എന്തായാലും കെജ്രിവാൾ തിരിച്ചു വരികയാണ്. ഒപ്പം തന്നെ ആം ആദ്മി പാർട്ടിക്ക് ആ കരുത്ത് പകരുന്നു. ഒപ്പം ഇന്ത്യ സഖ്യത്തിനാകെയും ആ കരുത്ത് പകർന്നു കിട്ടുമ്പോൾ വലിയ ആവേശത്തിലും പ്രതീക്ഷയിലും ഒക്കെ തന്നെയാണ് പ്രതിപക്ഷം ഒന്നടങ്കമുള്ളത്.